വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നാളെ ഓണമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എന്താ വെച്ചാൽ മുബിക്കാക്ക് പൂ തപ്പാൻ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് രാവിലെ അത്തടണം, അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇപ്പഴാണ് പൂ വാങ്ങിട്ട്. അപ്പൊ പൂ നമുക്ക് കേട്ടൊന്ന് നോക്കാം. അപ്പം രാത്രി എപ്പോഴാണ് മാളൂസ് നാളെ അത്തടണം എന്നൊക്കെ പറയുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നാളെ തിരുവോണമല്ലേ, അപ്പം നാളെ ഇടാന്ന് കരുതി. അപ്പൊ എന്തായാലും പൂ വാങ്ങാൻ പോയിട്ടുണ്ട് ആള്. ഫുള്ള് മഴയൊക്കെയാണ്, അപ്പൊ കിട്ടുമോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പൂവ് കിട്ടി ഗായ്സ്. ഓണത്തിന് പൂവിനല്ലേ ഡിമാൻഡ്. എല്ലാ പൂവും കിട്ടി, എല്ലാ കളേഴ്സും ഞാൻ കാണിച്ചതാ. മുബിക കിട്ടൂലെന്നൊക്കെ പറഞ്ഞ പോയത്. കിട്ടൂല എന്താ വെച്ചാൽ രാത്രിയായി, നൈറ്റായി, ഏകദേശം തീർന്നിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് പോയപ്പോ ആകെ ഈ 2 ഐറ്റം പൂ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സ്ഥലത്ത് പോയപ്പോ മഞ്ഞ കിട്ടി, വൈറ്റ് കിട്ടി, റോസ് കിട്ടി. റോസ് നോക്കട്ടെ, എല്ലാം കിട്ടി. ഇതാ ഈ പിങ്ക് കിട്ടി, കണ്ടോ? ഞാനോ പിങ്ക് കണ്ടോ? പിങ്ക് കിട്ടി, വൈറ്റ് കിട്ടി. ഇതിന്റെ ഒന്നും നല്ല കാര്യമായിട്ട് നാളെ അത്തടാം. നാളെ ഞങ്ങള് പൊളിക്കും. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, പക്ഷെ ഇതിന്റെ നീളം കുറഞ്ഞു മുക്കാക്കാം. ഇങ്ങനെ കൊടുക്കുന്ന സാധനം തീരാനായി, അപ്പൊ എല്ലാരും വെയിറ്റിംഗിലല്ലേ. നമുക്ക് മാത്രം തന്നു കഴിഞ്ഞാ അടിയാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല പോ. അപ്പൊ നമുക്ക് നാളെ ഒരുങ്ങണ്ടേ? അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് പായസം ഉണ്ടാക്കാന്ന് കരുതി. ഫസ്റ്റ് തന്നെ ഞാൻ മാളൂട്ടി മുറിക്കായൊക്കെ ഉറങ്ങാൻ അവർ എഴുന്നേറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഒരുങ്ങാനും അത്തിടാനും ഒക്കെ. അപ്പൊ അതിന് മുന്നേ ഞാൻ പായസം വേഗം ഉണ്ടാക്കി വെക്കാന്ന് കരുതി. കാരണം നമുക്ക് ടൈമില്ല. സദ്യ നമ്മൾ പുറത്തുനിന്ന് കഴിക്കണോ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അതാണെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ടും ഇല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ കിട്ടുമെന്നുള്ള ഡൗട്ടാണ്. കാരണം നല്ല തിരക്കായിരിക്കും ഇന്നിവിടെയൊക്കെ, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോയി നോക്കണം. അപ്പം പായസം ഉണ്ടാക്കണം എന്തായാലും വീട്ടിൽ. അപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് അത് ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് പിന്നെ അവർ എഴുന്നേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എന്നിട്ട് ഒരു കുഞ്ഞി അത്തൊക്കെ ഇട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും പായസം വേഗം ഉണ്ടാക്കാം. പായസം ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം പരിപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അടപ്രഥമനൊക്കെ ആയിരുന്നു ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ സേമിയൊക്കെ. അപ്പോൾ പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിമെയ്ഡ് പാക്കറ്റ് വാങ്ങിയാലും കുറച്ച് പണിയുണ്ട് കേട്ടോ. കാരണം വെള്ളമൊഴിച്ച് പരിപ്പ് നമ്മൾ കുറച്ച് വിസിൽസൊക്കെ വരുത്തി വേവിച്ചെടുക്കണം. പിന്നെ തേങ്ങാപ്പാലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, പാലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിൻ്റെ പൊടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചപ്പോൾ പരിപ്പ് പായസത്തിൻ്റെ കളറൊക്കെ ഭയങ്കര ലൈറ്റ് കളറായിട്ടോ. പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കളർ കാണുമ്പോൾ എനിക്ക് പരിപ്പ് പായസമായിട്ട് ഫീൽ ചെയ്തില്ല, പക്ഷേ ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം പോലെ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ലാസ്റ്റ് ഇങ്ങനെ കുറുക്കി എടുത്തപ്പോൾ ഓക്കെ ആയിട്ടോ. കാഷ്യൂ, കിസ്മിസ്, തേങ്ങാക്കൊത്തൊക്കെ ഗീയിൽ റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഗായ്സ്, ഞങ്ങൾ അത്തം ഇടാൻ പോവുകയാണ്. ഇവിടെ ഭയങ്കര പണിയിലാട്ടോ. ഇങ്ങോട്ട് നോക്ക്, പൂക്കളം. നോക്കിയ വേഗം നോക്കിയ സമയായി. ഇപ്പൊ ജഡ്ജസ് വരും നോക്കാൻ. എന്താ മൂപ്പി പണിയില്ല, ഈ പൂവ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോന്നിങ്ങനെ പറിച്ചിങ്ങനെ വെക്കാന്ന്. അപ്പൊ മൂപ്പി പറഞ്ഞു ഇങ്ങനെ തന്നെ പിച്ചണം. പിച്ചിക്കോ, നല്ല ഭംഗി ഉണ്ടാവും. ശരി, നീ തന്നെ വെച്ചത്. ഇതിന്റെ പേരെന്താ? ചെണ്ടുമല്ലിയോ? വാടാമല്ലിയാണോ? വാടാമല്ലി. ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ പേര് പറഞ്ഞു തന്നു ഗൈസ്. ഞങ്ങൾക്ക് അറിയില്ല. അതപ്പോ ഞങ്ങളെ കൂടെ ചേച്ചിയും കൂടിയുണ്ടേ. ചോക്ക് എടുത്ത് വന്നിട്ടുണ്ട്. വരച്ചിട്ട് നമ്മൾ അത്തിടണമെന്ന് പ്ലാൻ ചെയ്തല്ല കേട്ടോ. കാരണം കുറച്ച് പൂക്കളെല്ലാം ഉണ്ടാവുള്ളൂ എന്നൊക്കെ കരുതിയത്. പക്ഷേ ഇതിപ്പോൾ പൂവ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വരച്ചിട്ട് അങ്ങനെ ഇടാമെന്ന് കരുതി. ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ട് മാളോട്ടി ഇതവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വാവ്, സൂപ്പർ. അങ്ങനെ അത്തിടാൻ തുടങ്ങി. റോസാപ്പൂ വരുന്ന ഞാൻ സെൻറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ റോസാപ്പൂ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ വൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള റോസും കൂടെ ഞാൻ അതിൻ്റെ റൗണ്ടിന് വെച്ച് കൊടുത്തു. പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ ഓണപ്പൂക്കളത്തിലും യെല്ലോയും ഓറഞ്ചും ആയിരിക്കും കൂടുതൽ കാണുക. കാരണം ആ ഒരു ഫ്ലേവറാണ് നമ്മൾ കൂടുതൽ വാങ്ങിയിട്ട്, അതാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവുക. ഇതിലും ഇപ്പോൾ ആ കളേഴ്സ് തന്നെയാണ് കൂടുതലുള്ളത്. ഒരാൾ ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ, സ്വന്തം പൂക്കളം വരച്ചിട്ട്. മാലിച്ചി എന്താ? ഇങ്ങോട്ട് നോക്ക്. ഇതെന്താ നീ സ്വന്തം ഇടണേ? നിന്റെ അത്താ? അതാ മാമന്റെ പടി കിട്ടും, പൂ എടുക്കാൻ വേണ്ടി പോവാ. ഇതെന്താ മാളും പച്ച?
നോക്ക്. അവിടുന്ന് കിട്ടിയ പുല്ലെടുത്തിട്ട് പിന്നെ കുറച്ചു നേരം മുബിക്കാക്ക് ഇടാന്ന് പറഞ്ഞിട്ട് മുബിക്കാക്കയും കൂടി ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പൂക്കളൊക്കെ ഫില്ല് ചെയ്ത് വരച്ച ഡിസൈൻ മാത്രമല്ല അല്ലാണ്ടും പിന്നെ ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം ചേച്ചിയും വന്നിട്ട് അത്തിട്ടു. അങ്ങനെ ബാക്കിയുള്ള പൂവൊക്കെ കൊണ്ടുപോയിട്ട് മാളൂസ് അവളുടെ അത്തം ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അത്തം കണ്ടോ? ഞങ്ങൾ കറക്റ്റ് ഒരു കള്ളീൻ്റെ ഉള്ളിലിട്ട്. ഇനി നമുക്ക് ഓണം ഡ്രസ്സ് ഇട്ടിട്ട് വരാം അല്ലേ? അതെ. അങ്ങനെ ഞങ്ങൾ റെഡി ആവാൻ പോവുകയാണ് ഓണത്തിന്. പണിയൊന്നുമല്ല, ഈ സാരിയും ഈ മുണ്ടും ഇതൊന്നും തേക്കില്ല. നമുക്ക് അറിയില്ലല്ലോ ഈ ടീഷർട്ട് കൂടുതൽ ഇടുന്നതുകൊണ്ട്. ഞങ്ങള് തേക്കണ ഡ്രസ്സ് വാങ്ങാറേ ഇല്ല. പക്ഷെ ഓണത്തിന് വേറെ നിവർത്തിയില്ല. എനിക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങള് വാങ്ങാറില്ല. മെല്ലെ എന്നെ ഏൽപ്പിച്ചിരിക്കുക തേക്കാൻ വേണ്ടി. എനിക്ക് തേക്കണത് മാത്രം ഇഷ്ടമില്ല, തീരെ ഇഷ്ടല്ല. അപ്പൊ ഓണത്തിന് നമുക്ക് നോ ഓപ്ഷൻ, അതുകൊണ്ട് നമ്മൾ തേച്ചേ പറ്റൂ. തേച്ച് വരുമ്പോ കാണാം എങ്ങനെയാവുന്നു. അപ്പൊ സ്കിൻ കെയർ ഒക്കെ പകുതി ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ബാക്കി ഇനി മോയിസ്ചറൈസർ ഇടണം. കംപ്ലീറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ, അതോടെ ഞാൻ സ്പീഡായിട്ട് പറയാം. അപ്പോൾ മോയിസ്ചറൈസറും സൺ പ്രൊട്ടക്ഷനും തേച്ചു. അത് കഴിഞ്ഞിട്ട് പ്രൈമർ ഇട്ടിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇടുകയാണ്. ആളോട്ടി അവിടെ അവളുടെ ക്രീമും പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അന്തം വിട്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും മാളൂസിന് ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഐഷാഡോ ഞാൻ ഇട്ടപ്പോൾ മാളൂസിനും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലഷും കോണ്ടോറും ഹൈലൈറ്ററും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് മേക്കപ്പിന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫൗണ്ടേഷൻ പൗഡറും കൂടെ ഇട്ട് കൊടുത്തു. ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. പിന്നെ ഡ്രസ്സിന് ചേരുന്ന കുറച്ച് ഓർണമെന്റ്സും കൂടെ ഇട്ടിട്ടുണ്ട്. കമ്മൽ ഏതിടും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ മാളൂസ് ഒരെണ്ണം സെലക്ട് ചെയ്ത് തന്നു. അവൾക്ക് ഈ വലിയ ജിമിക്കിയാണ് കേട്ടോ ഇഷ്ടമായത്. ഞങ്ങളിവിടെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴും ഒരാൾ മുണ്ടെടുക്കാൻ കഴിയാതെ എന്തൊക്കെയോ കളിക്കണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ. ഇതെന്താ ആലോചിച്ച എന്താണ് മുല്ലപ്പ് വെക്കണില്ലേ? അങ്ങനെ മാളുവിന് മുല്ലപ്പ് വെക്കണം. മാളു നോക്കട്ടെ. അല്ല തിരിയല്ലേ തിരിഞ്ഞാ പോയി. സുന്ദരിനെ കാണണ്ടേ? തിരി വേക്കോട്ട് എനിക്ക് മുടി കെട്ടിയത് ഇതാണ് എന്റെ കുട്ടി. ഉമ്മയും കുട്ടിയും അപ്പനെ പിന്നെ ഇപ്പൊ കാണിക്കൂല. എന്റെ വള, ഈ വള, എന്റെ മാല, എന്റെ ഡ്രസ്, എന്റെ നൈൽ പോളിഷ് എല്ലാം സെയിം കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ. ഈ ഒരു കളേഴ്സിലായിട്ടാണ് എന്റെ ഓർണമെന്റ്സ്, നൈൽ പോളിഷ് എല്ലാം ഉള്ളത്. സെയിം കളർ. അതുപോലെ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. മാളൂസ് കണ്ടോ? മാളൂസ് പോസ് ചെയ്തിരിക്കുന്നുണ്ട്. മാളൂസിന് ഇഷ്ടമാണ് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങാൻ. യെസ്. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് മാളൂസ് ആണ് ഞങ്ങളെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരാളിവിടെ നൂറ്റാണ്ടിലൊരിക്കൽ മുണ്ടെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താകുന്ന അറിയില്ല. പുറത്തു പോകുമ്പോ മുണ്ടിലല്ലേ, അതൊരു ചാലഞ്ച് ആയി ഏറ്റെടുക്കണം. അടിയിൽ പാന്റ് ഇട്ടാ മതി. അപ്പൊ നമുക്ക് കുറച്ച് വീഡിയോസ്, കുറച്ച് റീൽസും കൂടെ എടുക്കാനുണ്ട്. അതും കൂടെ എടുക്കാം അല്ലേ? തിളക്കത്തിലുള്ള പോലെ അടിയിൽ പാന്റ് എടുത്തിട്ട് പോവാ. യെസ് ഗൈസ്, ഇത് കണ്ടോ? ഞങ്ങളൊരു റീൽ എടുത്തതാ. ക്യാമറമാൻ പൂവിൽ കുളിച്ച്. ഇത് കണ്ടോ ഗൈസ്? ഞങ്ങൾ റീൽ എടുക്കുക ഇങ്ങോട്ട് വന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നേ. ഇത് മാളൂസ് നട്ട മരമാണ്. പണ്ട് ഞങ്ങൾ വീഡിയോ ഇട്ടിരുന്നു. മണിച്ചേട്ടൻ്റെ ഒരു അവാർഡിൻ്റെ കൂടെ മാളൂവിന് കിട്ടിയ ചെടി. അത് ഇത്രയും വലുതായപ്പോൾ മാളൂസിന് ഭയങ്കര സന്തോഷം. അപ്പൊ ഈ ഓണ ദിവസത്തില് മാളൂസിനൊരു സന്തോഷം. മാളൂസിന്റെ ഹൈറ്റ് ആവാനായി. നമ്മള് പിന്നെ ഇടക്ക് നോക്കുമ്പോഴൊക്കെ ഏകദേശം ആ ഒരു വലുപ്പം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല വലുതായി. ചേച്ചിയാണ് വെള്ളം നനയ്ക്കാറ് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തിരിക്കുമ്പോഴേക്കും പരിപ്പ് പായസം കൊണ്ട് ചേച്ചി വന്നു. അങ്ങനെ ഞങ്ങൾ പായസം കുടിച്ചു. അതുകൊണ്ട് പിന്നെ ഇനി വീട്ടിലുണ്ടാക്കിയ പായസം കുടിക്കാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ വേഗം പോവാന്ന് കരുതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളിപ്പോ സദ്യ കഴിക്കാൻ പോവാണ്. സദ്യ കിട്ടോ ഇല്ലേ ഒന്നും അറിയില്ല. നേരത്തെ ബുക്ക് ചെയ്യണത് ഞങ്ങളത് ചെയ്തിട്ടും ഇല്ല. കാരണം ഞങ്ങൾ പുറത്ത് പോയി കഴിക്കണോ വേണ്ടോ എന്നുള്ള പ്ലാനിങ്ങേ ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്നിട്ട് എന്താന്ന് വെച്ചാല് അതുപോലെ ചെയ്യാം.
അതെ, കാരണം സാരി എടുത്ത് നടക്കാൻ എനിക്കും അറിയില്ല, മുണ്ടെടുത്ത് നടക്കാൻ മുമ്പിക്കും അറിയില്ല. പിന്നെ ആകെ നാട്ടിലിറങ്ങി നാണക്കേടാകും. അതുകൊണ്ട് ഞങ്ങള് അതൊക്കെ മാറ്റി ഞങ്ങൾ എന്നാലും കുറച്ച് ഓണമായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാന്ന് കരുതിയിട്ട് അതൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ മുല്ലപ്പൂക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് റോസാപ്പൂക്കെ എടുത്തിട്ടുണ്ട്. റോസയും കൂടെ ഇങ്ങനെ വെച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു, പഴയ നടിമാരെ പോലെ. പിന്നെ ഇങ്ങനെ വേണ്ടെന്ന് കരുതി, എനിക്കറിയാം. പക്ഷെ മേക്കപ്പിന് ഇപ്പൊ കുറച്ച് ഓവറായിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ ലുക്കിന് വേണ്ടിട്ട് ചെയ്തിരുന്നു, തുടച്ചു കളയാൻ സമയമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങനെ അങ്ങ് പോവാം. പിന്നെ ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ചിരിക്കട്ടെ. യെസ്, അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല സദ്യ കിട്ടിട്ടോ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. ഗായ്സ്, ഞങ്ങൾ ഓരോർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. നമ്മള് സദ്യയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് ഉറങ്ങി. നല്ല സദ്യ കഴിച്ച് നല്ല ഉറങ്ങിപ്പോ എഴുന്നേറ്റാണ്. ഇനി വേണം ഇവിടുത്തെ പായസം കുടിക്കാൻ. ബാക്കി എല്ലാ പായസം കുടിച്ചു. യെസ്, അപ്പൊ എന്നിട്ട് ഞങ്ങള് അതെ, അപ്പൊ ഓണത്തിന് എന്തായാലും ഉച്ച കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയായിരിക്കും ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി 2 ദിവസം മുന്നേ പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അല്ലാതെ ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് പടത്തിനും പോകണം. പായസം കുടിക്കട്ടെ ഫസ്റ്റ്. രാവിലെ ഞാൻ ഉണ്ടാക്കിയിട്ട് താഴത്ത് ചേച്ചിക്ക് കൊടുത്തിരുന്നു. പിന്നെ അവിടുന്ന് പായസം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇത് കുടിക്കാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സദ്യന്റെ കൂടെ 2 തരം പായസം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതിപ്പോ കുടിക്കട്ടെ. പായസം അല്ലെങ്കിലും ഉണ്ടാക്കി ഉടനെ കുടിക്കുന്നതിനേക്കാളും പിന്നെ എടുത്ത് കുടിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഓണമൊക്കെ കഴിഞ്ഞോ? എന്താ സ്ഥിതി? നാളെ നമ്മള് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ കഴിയൂലേ? പായസം അടിപൊളി ഗൈസ്. അതെ, ആളോട്ടിക്ക് അങ്ങനെ ഓരോ പായസം ഇഷ്ടമല്ലാത്ത നല്ല ചൂടുണ്ട് പായസങ്ങള്. നാളെ ഉറങ്ങി എണീറ്റിട്ട് മുഖമൊക്കെ ഇങ്ങനെ. ഒന്നാമത് ഉച്ചക്ക് 2 തരം പായസം, പരിപ്പും ഉണ്ടായിരുന്നു, പിന്നെ അടപ്പായസം ഉണ്ടായിരുന്നു. ഞാൻ കുടിച്ചു. ഞാൻ നല്ല പപ്പടം വീട്ടിൽ എടുത്തിരുന്നു അമ്മ. പപ്പടവും പഴവും പായസവും അല്ലേ ശാനും? അങ്ങനെ ഞങ്ങൾ റെഡിയായി പടത്തിന് പോകാൻ ഇറങ്ങിയപ്പോഴും അത്തം നീറ്റായി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് മാളൂസിന് ഭയങ്കര സന്തോഷം. അത്തം ഇപ്പോഴും ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓ എൻ്റെ അമ്മ, ഞാനും പേടിച്ചു മാളു. വാ, ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പടം സ്റ്റാർട്ടിങ് മുതൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആകെ ബോറാവും ഗൈസ്. അതുകൊണ്ട് ഞങ്ങള് സ്പീഡിൽ പോയി നോക്കുന്നുണ്ട്. ബ്ലോക്കിലൊന്നും കുടുങ്ങാതിരിക്കട്ടെ, നോക്കാം നമുക്ക് എന്തായാലും. ബ്ലോക്കിൽ കുടുങ്ങോ ഇല്ലയോ? തിയേറ്ററിൽ ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഓണത്തിന് എല്ലാവരും പടം കാണാൻ വന്നിരിക്കുക തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വ മൂവിക്കാണ് കയറിയത്. ഫസ്റ്റ് തന്നെ ലാലേട്ടൻ്റെ ഫോട്ടോസൊക്കെ വെച്ചുള്ള ഇൻട്രോ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. പടം അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്റ്റോറിയൊക്കെ. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അത്തപ്പൂക്കളം നാശമായിട്ടില്ല എന്ന് പറഞ്ഞ് മാളൂട്ടി വണ്ടടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓണം വിശേഷങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.